കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് റഹീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. യുവതിയുടെ മാതാവിന്റെ ആരോപണം തള്ളുകയാണ് റഹീസ്. റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല എന്നാണ് യുവാവിന്റെ മൊഴി. യുവതിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയെന്നും റഹീസ് പറയുകയാണ്. വിവരങ്ങളുമായി സരീഷ് പി കെ നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ് പി കെ, ഇതിപ്പോൾ എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യൽ? സരീഷ് പി കെയിലേക്ക് എത്താം. കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിലാണ് സുഹൃത്ത് റഹീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. യുവതിയുടെ മാതാവിന്റെ ആരോപണം തള്ളുകയാണ് റഹീസ്. റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല എന്നുള്ളതാണ് യുവാവിന്റെ മൊഴി. യുവതിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണെന്നും റഹീസ് പറയുകയാണ്. ഇതിൽ റഹീസിന്റെ മൊഴിയെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. സരീഷ് പി കെ ആണ് നമുക്കൊപ്പം ഉള്ളത്. സരീഷ്, ഇപ്പോൾ എത്ര നേരമായി ഈ മൊഴിയെടുപ്പ്? ഇല്ല, സരീഷിനെ കേൾക്കുന്നില്ല. ഈ വാർത്തയിലേക്ക് നമുക്കുടൻ തന്നെ മടങ്ങിയെത്താം. സരീഷ്, കേൾക്കാമോ? ഇന്ന് രാവിലെയാണ് ഈ മയിൽ സ്വദേശിയായ യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇന്നലെ യുവതിയുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ ആൺസുഹൃത്താണ് തന്റെ മകളുടെ ആത്മഹത്യക്ക് കാരണം. ഈ ആൺസുഹൃത്താണ്. ആൺസുഹൃത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്ന് കാണിച്ചായിരുന്നു ഈ മാതാവിന്റെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നത്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഈ യുവതിയുമായി 3.5 വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇയാൾ പരിചയപ്പെടുന്നത്. പിന്നീട് നല്ല സൗഹൃദമുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും സാമ്പത്തികമായി ഒരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിട്ടില്ല. നല്ല സുഹൃത്തുക്കൾ എന്ന രീതിയിൽ കുടുംബപരമായ കാര്യങ്ങളും മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളും ഒക്കെ പരസ്പരം സംസാരിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുവാവ് പോലീസിന് നൽകിയ മൊഴി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോലീസിന് അറിയേണ്ടത് ഈ സംഭവത്തിൽ വിചാരണ നടന്നിട്ടുണ്ടോ, ഒപ്പം തന്നെ ആൾക്കൂട്ട മർദ്ദനം നടന്നിട്ടുണ്ടോ, ഈ ആളുകൾ ഈ ഫോണും ഒപ്പം തന്നെ ടാബ്ലറ്റും, ഈ യുവാവിന്റെ ഫോണും ടാബ്ലറ്റും പിടിച്ചു വെച്ചിരുന്നു. അതിൽ എത്ര പേരുണ്ടായിരുന്നു, എവിടെ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടായത്, അതോടൊപ്പം SDPI ഓഫീസിൽ എത്തിച്ച് മർദ്ദിച്ചിട്ടുണ്ടോ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബന്ധുക്കളെയൊക്കെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരണമെങ്കിൽ ഈ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തണം. കാരണം നിലവിൽ പോലീസിന് മുന്നിൽ ആകെ തെളിവായുള്ളത് ഈ പെൺകുട്ടിയുടെ വിശദമായൊരു ആത്മഹത്യാക്കുറിപ്പ് മാത്രമാണ്. അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികളുണ്ട്. ഇന്നലെ നമ്മളുടെ ഈ പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചപ്പോൾ താൻ അവിടേക്ക് ചെല്ലുമ്പോൾ 20ഓളം പേർ ചേർന്ന് ഈ യുവാവിനെ വളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ആ പ്രതികരണത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ 3 പേരിൽ അപ്പുറത്തേക്ക് കേസ് തകരാറുണ്ട്. അത് പരിഹരിച്ച ശേഷം കൂടുതൽ വ്യക്തതയോടെ ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിലാണ് സുഹൃത്ത് റഹീസിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. റഹീസിന്റെ മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. SDPI അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയാണ്.